നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു സൂക്ഷ്മ പരിശോധനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാന വിധിയാണ്. 2025 KER 546/19. ഈ ഫയലിംഗും പിന്നെ ഈ കോടതി ഫീസ് വർധനവും തമ്മിലുള്ളൊരു വിഷയമാണിത്. താങ്കൾ ഈ രേഖകൾ പരിശോധിച്ചല്ലോ. എന്താണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ? ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കേസ് തന്നെയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, 2 ഹർജിക്കാരുണ്ടായിരുന്നു. എസ് പത്മജ ദേവിയും പിന്നെ മിസസ് ഗീത പിയും. ശരി. ഇവര് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്തു. ഓക്കെ. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു, ഈ കോടതി ഫീസിന്റെ കാര്യത്തില്. ഫീസിന്റെ കാര്യത്തിൽ അതെന്തായിരുന്നു പ്രശ്നം? കാരണം 2024 കേരള ഫിനാൻസ് ആക്ട് വന്നു. അതോടെ ഏപ്രിൽ 1, 2024 മുതൽ കോടതി ഫീസ് കൂട്ടി. ഓഹോ, ഫീസ് വർധനവ്. അതെ. അപ്പോൾ ഹർജിക്കാര് വാദിച്ചതെന്താന്ന് വെച്ചാല്, അവര് ഈ നിയമം വരുന്നതിന് മുൻപ്, അതായത് മാർച്ച് 30 തന്നെ പരാതികൾ ഫയൽ ചെയ്തു എന്നാണ്. മാർച്ച് 30 പുതിയ നിരക്ക് വരുന്നതിന് മുൻപ്. അതെ. അതുകൊണ്ട് പഴയ ഫീസ് അടച്ചാൽ മതി എന്നായിരുന്നു അവരുടെ ഒരു വാദം. ശരിക്കും കേൾക്കുമ്പോൾ ന്യായമാണെന്ന് തോന്നുമല്ലോ. മാർച്ച് 30 ഫയൽ ചെയ്തെങ്കിൽ പിന്നെന്തിന് ഏപ്രിൽ 1 ഫീസ് കൊടുക്കണം? പക്ഷേ അത്ര സിമ്പിളായിരുന്നില്ല കാര്യങ്ങളല്ലേ? അല്ല. അവിടെയാണൊരു ടെക്നിക്കൽ പ്രശ്നം വന്നത്. ഹർജിക്കാരൊരു രേഖയൊക്കെ ഹാജരാക്കിയല്ലോ. അനക്ഷർ A1 മാർച്ച് 30 ഫയൽ ചെയ്തു എന്ന് കാണിക്കാൻ. ശരിയാണ്, ഹാജരാക്കി. പക്ഷേ കോടതി പിന്നെ വിശദമായി പരിശോധിച്ചു. മജിസ്ട്രേറ്റ് കോടതിയും പിന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് NIC IT സെല്ലൊക്കെ നോക്കി. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇവർ മാർച്ച് 30 ഫയൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ കോടതിയുടെ ഔദ്യോഗിക ഫയലിംഗ് പോർട്ടലിൽ ഈ പരാതികൾ നിധിച്ചത്, അതായത് റിസീവ് ആയത് ഏപ്രിൽ 3, 2024 ഏപ്രിൽ 3 അപ്പം മാർച്ച് 30 അയച്ചിട്ട്? അതെ. അതിനിടയിൽ ഇവര് നേരിട്ട്, അതായത് ഫിസിക്കലി കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത് ഏപ്രിൽ 1 അയ്യോ, അപ്പം മൊത്തം കൺഫ്യൂഷനായല്ലോ. മാർച്ച് 30 ഹർജിക്കാർ പറയുന്നു, ഏപ്രിൽ 1 നേരിട്ട് കൊടുത്തു, ഏപ്രിൽ 3 സിസ്റ്റത്തിൽ വന്നു. ഇതിൽ ഏത് തീയതിയാണ് നിയമം അനുസരിച്ച് ശരി? അതാണ് ഈ കേസിന്റെ കാതൽ. ഇവിടെയാണ് 2021 ഇലക്ട്രോണിക് ഫയലിംഗ് ചട്ടങ്ങൾ, ഇലക്ട്രോണിക് ഫയലിംഗ് റൂൾസ് ഫോർ കോർട്സ് കേരള 2021 പ്രസക്തമാവുന്നത്. ഓക്കെ, ആ റൂൾസ്. അതില് റൂൾ 13(2 അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോ അയച്ചു എന്നതിനേക്കാൾ പ്രധാനം അത് കോടതിയുടെ രജിസ്ട്രിയിൽ ഇലക്ട്രോണിക്കായി ലഭിക്കുന്ന തീയതിയും സമയവുമാണ്. ആ റിസീവ്ഡ് ഡേറ്റ് ആൻഡ് ടൈം, അതാണ് ഒഫീഷ്യൽ ഫയലിംഗ് ഡേറ്റ്. ഓഹോ, അപ്പം നമ്മൾ സെൻഡ് അടിക്കുന്ന സമയമല്ല, കോടതിയുടെ സിസ്റ്റം അത് സ്വീകരിക്കുന്ന സമയമാണ് നോക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നമ്മുടെ ഭാഗത്തുനിന്ന് പോയാൽ പോരാ, അവിടെ എത്തണം, അത് രേഖപ്പെടുത്തണം. ഏകദേശം അങ്ങനെ പറയാം. അപ്പോ ഈ കേസില് സിസ്റ്റം റെക്കോർഡ് പ്രകാരം പരാതി കിട്ടിയത് ഏപ്രിൽ 3 ഏപ്രിൽ 3 അപ്പോഴേക്കും ഏപ്രിൽ 1 മുതൽ പുതിയ ഫീസ് നിരക്ക് നിലവിൽ വന്നിരുന്നു, ഈ കേരള ഫിനാൻസ് ആക്ട് 2024 പ്രകാരം. ശരി. അതുകൊണ്ട് നിയമപരമായി നോക്കുമ്പോൾ ഹർജിക്കാർ വർദ്ധിപ്പിച്ച ആ പുതിയ നിരക്കിലുള്ള ഫീസ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിരുന്നു. പക്ഷെ അവരത് അടച്ചില്ല. അതിന്റെ ഫലമായിട്ട് കീഴ്ക്കോടതി ആ പരാതികൾ തള്ളി. ഈ നടപടി പിന്നീട് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു. അവരുടെ CRL MC-കൾ തള്ളി. അപ്പോ ഫീസിന്റെ പേരിലുള്ളൊരു ടെക്നിക്കൽ പ്രശ്നം കാരണം ആ കേസ് തന്നെ ഇല്ലാതായി. അതെ, ഫലത്തിൽ അതാണ് സംഭവിച്ചത്. നിർഭാഗ്യകരം എന്ന് പറയാം. അപ്പോ ഈ കേസിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ, ഫയലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയം മാത്രമല്ല പ്രധാനം. അല്ല, അത് കോടതിയുടെ സിസ്റ്റത്തിൽ എപ്പോഴാണ് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തുന്നത്, ആ സമയമാണ് നിയമം നോക്കുന്നത്, അല്ലേ? തീർച്ചയായും. ഇവിടെ കണ്ടില്ലേ, കുറച്ചു ദിവസത്തെ വ്യത്യാസം. അത് ഫീസിനെയും പിന്നെ കേസിന്റെ ഭാവിയെയും വരെ ബാധിച്ചു. ശരിയാണ്. പിന്നെ ഈ വിധി ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ സാങ്കേതിക വിദ്യയൊക്കെ കോടതി നടപടിയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നിയമപരമായ പ്രാധാന്യം വരുന്നത്. അപ്പോ ഫയൽ ചെയ്ത ശേഷം അത് കൃത്യമായി കോടതിയുടെ സിസ്റ്റത്തിലെത്തി എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതൊരു ആവശ്യമാണ്. കാരണം ഈ ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരാം, സമയപരിധികൾ വളരെ പ്രധാനമാണ് താനും. ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം,
ഇതുപോലുള്ള സാങ്കേതിക നിയമവശങ്ങൾ സാധാരണക്കാരന് നീതി കിട്ടുന്നതിന് ഒരു സഹായമാണോ അതോ തടസ്സമാണോ ഉണ്ടാക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എല്ലാവർക്കും ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ റൂൾസൊക്കെ അറിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഫയലിംഗ് സംവിധാനങ്ങൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ, അതായത് സാധാരണക്കാർക്ക് പോലും എളുപ്പം മനസ്സിലാകുന്ന രീതിയിലാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. സിസ്റ്റം കൂടുതൽ ലളിതമാക്കുന്നതും അതുപോലെ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ, അതായത് നിങ്ങളുടെ ഫയൽ വിജയകരമായി ഇന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നൊരു ഉറപ്പ് കിട്ടുന്ന സംവിധാനമൊക്കെ ഒരുപക്ഷെ സഹായകമായേക്കാം. അത് നന്നായിരിക്കും. എന്തായാലും അടുത്ത തവണ കാണുന്നതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. സാങ്കേതികവിദ്യ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നന്ദി.